ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. നമുക്ക് കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ആ ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്നും റേറ്റ് കണ്ടുപിടിക്കാം. അത് പ്രയാസമില്ല. പക്ഷേ ഒരു റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ കണ്ടുപിടിക്കുന്നതിന് ഒരു 5-6 മെത്തേഡ് പഠിക്കാനുണ്ട്. അതിൽ ഓരോ മെത്തേഡും പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഏതെങ്കിലും 4 മെത്തേഡ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ലാ മെത്തേഡ് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുള്ളതാണ്. നമുക്കറിയാം, പല ഓർഡർ റിയാക്ഷനിലും നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിഫറെന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് നമുക്ക് പല ഓർഡർ റിയാക്ഷനും പലതാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2.303/t log C0/Ct എന്നാണ്. സെക്കൻഡ് ഓർഡറിലാണെങ്കിൽ 1/Ct മൈനസ് 1/0 എന്നാണ്, 1/C0 എന്നാണ്. ഒരു nth ഓർഡർ റിയാക്ഷനിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ലാ മെത്തേഡിൽ നമുക്ക് C0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും റിയാക്ടന്റിന്റെ. ഓരോ ടൈം ഇന്റർവെല്ലും പല ടൈം ഇന്റർവെല്ലിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ CT നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ റിയാക്ഷൻ മിക്സറിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ടൈട്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡോ ഉപയോഗിച്ചുകൊണ്ട് പല ടൈം ഇന്റർവെല്ലിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ K കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ, സെക്കൻഡ് ഓർഡറിൽ, തേർഡ് ഓർഡറിൽ അല്ലെങ്കിൽ 0 ഓർഡറിൽ നമുക്ക് ഏതൊക്കെ ഓർഡറിലാണ് റിയാക്ഷൻ നടക്കുമെന്ന് സംശയമുള്ള ആ ഓർഡറിലൊക്കെ ഉള്ള റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പൊ പല ടൈം ഇന്റർവെല്ലിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പല ഓർഡർ ഉള്ള റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഏത് ഓർഡറിലെ റിയാക്ഷനിലാണോ നമ്മൾ K കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പല ടൈം ഇന്റർവെല്ലിൽ കണ്ടുപിടിക്കുന്ന K വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് കിട്ടുന്നത്, അതായിരിക്കും ആ റിയാക്ഷന്റെ ഓർഡർ. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C0 and CT is measured and rate constant is calculated using different integrated equations. ഡിഫറെന്റ് ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും ഫോർ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസ്. പല ടൈം ഇന്റർവെല്ലിൽ നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും, പല ഓർഡർ റിയാക്ഷനിൽ കണ്ടുപിടിക്കും. എമംഗ് ഡിഫറെന്റ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഫോർ ഡിഫറെന്റ് ഓർഡേഴ്സ്, ഇക്വേഷൻ വിച്ച് ഗിവ് കോൺസ്റ്റന്റ് വാല്യൂ ഫോർ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ പല ഓർഡറിൽ കെയുടെ വാല്യൂ പല ടൈം ഇന്റർവെല്ലിൽ കണ്ടുപിടിച്ചു. എപ്പോഴാണ് നമുക്ക് പല ടൈം ഇന്റർവെല്ലിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഏത് ഓർഡറിൽ റിയാക്ഷനിലാണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വാല്യൂ കിട്ടുന്നത്, അതായിരിക്കും ആ റിയാക്ഷന്റെ ഓർഡർ. ഓക്കെ, ഇനി അടുത്തത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ എക്സ്പെരിമെന്റൽ ഡേറ്റ CT, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് ടൈം T എഗെയിൻസ്റ്റ് T പ്ലോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പല ഓർഡർ ഓഫ് റിയാക്ഷനിൽ പലതരത്തിലുള്ള ഗ്രാഫ് കിട്ടും. ഏത് ഗ്രാഫാണോ നല്ല സ്ട്രൈറ്റ് ലൈൻ തരുന്നത്, ആ ഗ്രാഫിന്റെ ഓർഡർ ആയിരിക്കും ആ റിയാക്ഷന്റെ ഓർഡർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ 0 ഓർഡർ റിയാക്ഷനിലാണെങ്കിൽ CT അഗെയിൻസ്റ്റ് T പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലാണെങ്കിൽ log A - x അഗെയിൻസ്റ്റ് T പ്ലോട്ട് ചെയ്യുമ്പോൾ, അതായത് log CT അഗെയിൻസ്റ്റ് T പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷനിലാണെങ്കിൽ 1/CT അഗെയിൻസ്റ്റ് T പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടുക. ഇനി ഒരു തേർഡ് ഓർഡർ റിയാക്ഷനിലാണെങ്കിലോ 1/CT² അഗെയിൻസ്റ്റ് T പ്ലോട്ട് ചെയ്യുമ്പോഴാണ് സ്ട്രൈറ്റ് ലൈൻ കിട്ടുക. അപ്പൊ ഈ ഓർഡറിൽ പഠിച്ചിരിക്കുക CT അഗെയിൻസ്റ്റ് T 0 ഓർഡറിൽ, ഫസ്റ്റ് ഓർഡറിലാണെങ്കിൽ log CT അഗെയിൻസ്റ്റ് T, സെക്കൻഡ് ഓർഡറിലാണെങ്കിൽ 1/CT അഗെയിൻസ്റ്റ് T, തേർഡ് ഓർഡറിലാണെങ്കിൽ 1/CT² അഗെയിൻസ്റ്റ് T. ഇതൊക്കെ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടുക. ഇവിടെ ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ്, 0ക്കും ഫസ്റ്റിന് നെഗറ്റീവ് സ്ലോപ്പ്, ബാക്കി രണ്ടിന് നമുക്ക് പോസിറ്റീവ് സ്ലോപ്പ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആഫ്റ്റർ ടൈം T CT അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു റിയാക്ഷന് പല ഇന്റർവൽ ടൈമിൽ നമ്മൾ പിന്നെ റിയാക്ടന്റ് മിക്സർ എടുക്കുക, ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ടൈട്രേഷൻ പോലുള്ള ഒക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടൈമും നമുക്കറിയാം. അപ്പൊ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഏത് ഗ്രാഫാണ് CT അഗെയിൻസ്റ്റ് T ആണോ അല്ലെങ്കിൽ log CT അഗെയിൻസ്റ്റ് T ആണോ
1/CT അഗേൻസ്റ്റ് ടി ആണോ, 1/CT² അഗേൻസ്റ്റ് ടി ആണോ നമുക്ക് നല്ല സ്ട്രൈറ്റ് ലൈൻ തരുന്നത് എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യുമ്പോൾ റിയാക്ഷന്റെ എക്സ്പെരിമെന്റൽ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ 1/CT² അഗേൻസ്റ്റ് ടി എന്നുള്ള ഗ്രാഫാണ് നല്ല സ്ട്രൈറ്റ് ലൈൻ തരുന്ന ഗ്രാഫ് എങ്കിൽ അതായിരിക്കും ആ റിയാക്ഷന്റെ ഓർഡർ. ഓക്കെ, ചിലതൊക്കെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ പോലെ ഒക്കെ ഒന്നിലധികം ഗ്രാഫുകൾ തോന്നാം. അപ്പൊ നമുക്ക് ലീനിയാരിറ്റി നമുക്ക് നോക്കുക, കൂടുതൽ ലീനിയർ, അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഒറിജിൻ പോലുള്ളൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഗ്രാഫിൽ നമുക്ക് ഏതാണ് നല്ല കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ എന്ന് അറിയാൻ വേണ്ടി ലീനിയർ റിഗ്രഷൻ എന്നുണ്ട്. ആർ വാല്യൂ നോക്കാൻ പറ്റും. ആർ വാല്യൂ ഒന്നിനടുത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഒന്നിനടുത്ത് ഇരിക്കുന്ന ആർ വാല്യൂ ഉള്ള ഗ്രാഫ് ആയിരിക്കും കൂടുതൽ സ്ട്രൈറ്റ്. ഓക്കെ, അപ്പം നല്ല ആർ വാല്യൂ ഉള്ള ഗ്രാഫ് നോക്കുക, അതിന്റെ ഓർഡർ ആയിരിക്കും ആ റിയാക്ഷന്റെ ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻഷ്യൽ റേറ്റിഫിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ വാൻ ഹൂപ്സ് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്നാണ്. സാധാരണ രീതിയിൽ ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. കാരണം ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന മെത്തേഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. ഫോർ എ ജനറൽ nth ഓർഡർ റിയാക്ഷൻ റേറ്റ് നമുക്ക് എഴുതാം. റേറ്റ് ഇസ് ഈക്വൽ ടു Kc റൈസ് ടു n, വേർ C is the concentration of reactant at time t. അപ്പോൾ നമ്മൾ സി ടിക്ക് പകരം ഇവിടെ സി എഴുതുന്നേ ഉള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു ടൈമിലുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R is equal to Kc റൈസ് ടു n എന്ന് എഴുതാം, ജനറലി എഴുതാം അല്ലെ. അപ്പോൾ C1 കോൺസെൻട്രേഷൻ ഉള്ള റിയാക്ഷന്റെ റേറ്റ് R1, C2 കോൺസെൻട്രേഷൻ ഉള്ള റിയാക്ഷന്റെ റേറ്റ് R2 എന്നും എടുത്തു കഴിഞ്ഞാൽ R1 is equal to Kc1 റൈസ് ടു n എന്ന് എഴുതാം, R2 is equal to Kc2 റൈസ് ടു n എന്ന് എഴുതാം. സോ R1 by R2 is equal to Kc1 റൈസ് ടു n by Kc2 റൈസ് ടു n എന്നാണ്. സോ C1 by C2 റൈസ് ടു n എന്ന് എഴുതാം അല്ലെ. ഇനി ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ലോഗ് R1 by R2 is equal to n log C1 by C2 എന്ന് എഴുതാം അല്ലെ. ലോഗ് A റൈസ് ടു n എന്ന് പറഞ്ഞാൽ n log A എന്ന് നമുക്കറിയാം. സോ n log C1 by C2. സോ നമുക്ക് ഇതിൽ നിന്ന് n is equal to log R1 by R2 by log C1 by C2 എന്ന് എഴുതാം. അതിൽ നിന്ന് n is equal to log A by B എന്ന് പറഞ്ഞാൽ log A minus log B എന്നാണ്. സോ log R1 minus log R2 by log C1 minus log C2 എന്ന് എഴുതാം. അപ്പൊ ഈ n ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയേക്കാം. അതിനുവേണ്ടി നമുക്ക് എന്താ അറിയേണ്ടത്? R1ഉം R2ഉം അറിയാമെങ്കിൽ, കോൺസെൻട്രേഷൻ C1ഉം C2 അറിയാമെങ്കിൽ നമുക്ക് R1ഉം R2ഉം കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷനുള്ള റിയാക്ടന്റ് എടുക്കുക, റിയാക്ഷൻ നടത്തുക അല്ലെ, അതിന്റെ റേറ്റ് കണ്ടുപിടിക്കുക. റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗ്രാഫിക്കലി നമുക്ക് റിയാക്ഷന്റെ റേറ്റ് ഫോളോ ചെയ്താൽ എങ്ങനെ? നമുക്ക് കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ടൈം വരച്ചു കഴിഞ്ഞാൽ മതി അല്ലെ. അപ്പോൾ കോൺസെൻട്രേഷൻ സി എഗെയിൻസ്റ്റ് ടൈം നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റ് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ ഒരേ ടൈപ്പ് റിയാക്ഷൻ തന്നെയാണ്, ഒരു റിയാക്ടന്റിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എടുക്കുക, റിയാക്ഷൻ നടത്തുക, അതിന്റെ റേറ്റ് കണ്ടുപിടിക്കുക. ഗ്രാഫിക്കലി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി സി അഗെയിൻസ്റ്റ് ടി പ്ലോട്ട് ചെയ്താൽ മതി, അതിന്റെ സ്ലോപ്പിൽ നിന്നും നമുക്ക് റേറ്റ് കിട്ടും. സോ രണ്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റേറ്റ് കിട്ടി, R1ഉം R2ഉം കിട്ടി. അതിന്റെ പിന്നെ നമുക്ക് C1ഉം C2ഉം അതിന്റെ നമ്മൾ എടുക്കുന്ന ഏത് ടൈം ഇന്റർവെല്ലിലാണോ എടുക്കുന്നത് അതിന്റെ കോൺസെൻട്രേഷനും അറിയാം അല്ലെ. ഇപ്പൊ അതിന്റെ C1ഉം C2ഉം അറിയാം. എന്നിട്ട് നമുക്ക് ഈ റിയാക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ വാല്യൂസ് ഓഫ് R1 and R2 obtained from slope of C against T plot. Substituting these values in the equation, നമുക്ക് we get order of the reaction. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് ഹാഫ് ലൈഫ് മെത്തേഡ് ആണ്. ഹാഫ് ലൈഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. This time required to complete half of the reaction. For nth order reaction, half life T half is equal to നമുക്ക് എഴുതാം 1 by A raised to n minus 1, where A is the initial concentration. അപ്പോൾ ഒരു nth order റിയാക്ഷനിൽ ടി ഹാഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1 by A raised to n minus 1 എന്നാണ്. A എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A1 ഉള്ള ഒരു റിയാക്ഷന്റെ ടി ഹാഫ് എങ്ങനെ എഴുതാം? ടി ഹാഫ് is equal to 1 by A1 raised to n minus 1. A2 കോൺസെൻട്രേഷൻ ഉള്ളതോ ടി ഹാഫ് is equal to 1 by A2 raised to n minus 1 എന്ന് എഴുതാം. അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A1 കോൺസെൻട്രേഷൻ ഉള്ള റിയാക്ഷന്റെ ടി ഹാഫ് 1 എന്ന് എഴുതാം, A2 കോൺസെൻട്രേഷൻ ഉള്ളതിന്റെ ടി ഹാഫ് 2 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ടി ഹാഫ് 1 by ടി ഹാഫ് 2 is equal to
A2/A1 റൈസ് ടു n-1. അപ്പോൾ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാം T12 1ൻ്റെത് താഴെ വരുള്ളൂ, T12 2ൻ്റെ മേളിലേ വരുള്ളൂ. റെസിപ്രോക്കൽ റിലേഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ T12 1/T12 is equal to A2/A1 റൈസ് ടു n-1 അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷനുള്ള സെയിം റിയാക്ഷൻ തന്നെ T12 മെഷർ ചെയ്യും. അപ്പോൾ റിയാക്ഷൻ പകുതി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു റിയാക്ഷൻ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഡിഫറെൻ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എടുക്കുക, ഇപ്പോൾ റിയാക്ടൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എടുക്കുക, അത് പകുതി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം മെഷർ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ലോഗ് എടുത്തു കഴിഞ്ഞാൽ, ഈ LHSൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗ് T12 1/log T12 is equal to n-1 log A2/A1 എന്ന് എഴുതാം അല്ലേ. അതിൽ നിന്ന് n is equal to 1 plus log T12 minus log T12 by log A2 minus log A1 എഴുതാം. സോ ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എന്താ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുക? എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻ നടത്തുക. റിയാക്ഷൻ പകുതി നടക്കാൻ എടുക്കുന്ന സമയം നമുക്ക് മെഷർ ചെയ്യാം, T12 മെഷർ ചെയ്യാം. ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ഹാഫ് ഓഫ് ദി റിയാക്ഷൻ. ഓക്കെ, T12 കണ്ടുപിടിക്കാൻ പറ്റും, ഇനിഷ്യൽ കോൺസെൻട്രേഷനും അറിയാം. അപ്പോൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കാം. ഹാഫ് ലൈഫ് T12 and T12 for reactions under different initial concentration A1 and A2 is measured. Substituting equation n can be calculated. Okay, so this is half-life method. ഇനി നമുക്ക് ഒന്നിലധികം റിയാക്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ എങ്ങനെ പറ്റും? അതിന് സഹായിക്കുന്ന രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ഫസ്റ്റ് മെത്തേഡ് ഇനിഷ്യൽ റേറ്റ് മെത്തേഡ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യും, ബാക്കി എല്ലാ റിയാക്റ്റന്റിന്റെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അപ്പോൾ ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ എഫക്റ്റ് നോട്ടീസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ റിയാക്ടന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് എയും ബിയും റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നു, ബിയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഓർഡർ കണ്ടുപിടിക്കുന്നു. അതായത് എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഇരട്ടിയാക്കി, അപ്പൊ റേറ്റും ഇരട്ടിയായി. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഓൺലി. അപ്പൊ അതിന്റെ ഓർഡർ ഒന്നാണെന്ന് മനസ്സിലായി അല്ലെ. അപ്പോൾ ഡബിൾ ആക്കുമ്പോൾ ഡബിൾ ആവുന്നേ ഉള്ളൂ. ഇനി എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്, ബിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, ബിയുടെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കി, അപ്പൊ നമ്മുടെ റേറ്റ് 4 മടങ്ങായി. എങ്കിൽ എന്തായിരിക്കും? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ എന്നായിരിക്കും. എങ്കിലേ നമുക്ക് 4 കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി 2 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി പിന്നെ ഓവറാൾ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആണെങ്കിലോ നമുക്ക് എയുടെ ഓർഡറും ബിയുടെ ഓർഡറും കൂടെ കൂട്ടിയാൽ മതി. 1 + 2 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ഇനിഷ്യൽ റേറ്റ് മെത്തേഡ്. അതിൽ നമ്മൾ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദി റിയാക്ടന്റ് ഈസ് ചേഞ്ച്ഡ് and others kept constant, and order with respect to that particular reactant is calculated, and repeat this process to other reactant also. Okay, and the overall rate of the overall order of the reaction is sum of the individual order of the reactions. Okay, so this is initial rate method. ഒന്നിലധികം റിയാക്ടന്റ് ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ഓസ്റ്റ്വാൾഡ് ഐസൊലേഷൻ മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡിൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഒഴുകി ബാക്കിയുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എല്ലാം നമ്മൾ എക്സസ് ആയിട്ട് എടുക്കും. അപ്പൊ എക്സസ് ആയിട്ട് എടുക്കുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പറയാം ആ ഇൻഡിപെൻഡന്റ് ആണ്. ആ കോൺസെൻട്രേഷൻ റേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളൊരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ലോർജ് എക്സസ് എടുത്തു കഴിഞ്ഞാൽ റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദാറ്റ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും എക്സസ് ആയിട്ട് എടുക്കുക. ആ പർട്ടിക്കുലർ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ വളരെ കുറച്ചെടുക്കുക, എന്നിട്ട് അതിനെ വേരി ചെയ്യുക. അപ്പൊ നമുക്ക് ആ പർട്ടിക്കുലർ റിയാക്ടന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വേറൊരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചെടുക്കുക, അതിന്റെ കോൺസെൻട്രേഷൻ വേരി ചെയ്യുക, ബാക്കിയെല്ലാം എക്സസ് എടുക്കുക, with respect to that reactant order കണ്ടുപിടിക്കാം. Then overall
ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റിയാക്ടന്റിന്റെ ഓർഡർ എല്ലാം കൂടി നമുക്ക് കൂട്ടിയാൽ മതി. സോ ഓസ്റ്റ്വാൾഡ് ഐസൊലേഷൻ മെത്തേഡ് ഇൻവോൾവ്സ് the concentration of the reactants are taken in large excess except one of the reactant which is kept constant. അപ്പൊ അതിനെയാണ് നമ്മൾ ഒരെണ്ണത്തിന്റെ മാത്രം റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ പിന്നെ കുറച്ചെടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയുന്നു. ബാക്കി എല്ലാത്തിന്റെയും എക്സസ് ആണ്. ഐസൊലേറ്റഡ് റിയാക്ടന്റിന് വിത്ത് റെസ്പെക്ട് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നു അല്ലെ. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. വേറൊരു റിയാക്ടന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ചെടുക്കുന്നു, കോൺസെൻട്രേഷൻ വേരി ചെയ്തിട്ട് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നു അല്ലെ. കോൺസെൻട്രേഷൻ ഒരെണ്ണത്തിന്റെ മാത്രം നമ്മൾ കുറച്ചെടുക്കുന്നു, ബാക്കിയുള്ള എക്സസ് എടുക്കുന്നു. ആ കുറച്ചെടുക്കുന്നതിന്റെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഒരെണ്ണത്തിനെ മാത്രം ഒരു സമയം ഐസൊലേറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം എക്സസ് ആയിട്ട് എടുക്കുക. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ റിയാക്ടന്റ് ഈസ് കാൽക്കുലേറ്റഡ്. The process is repeated for other reactant too. Okay. Then sum of the individual order of the reactant give rise to overall order of the reaction. Okay.